ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. ഒരു കല്ലുമ്മക്കായ നിറച്ച് പൊരിച്ചത് ഞാനിന്നിവിടെ വന്നിട്ടുള്ളത്. അരിക്കടുക്ക എന്നും ഇതിനെ വിളിക്കാറുണ്ട്. CP സുരൂസ് വേൾഡ് എന്ന എൻ്റെ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നല്ല ടേസ്റ്റിയും അടിപൊളിയുമായ ഒരു അരിക്കടുക്ക അല്ലെങ്കിൽ കല്ലുമ്മക്കായ നിറച്ച് പൊരിച്ചത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് നോക്കാം. വരൂ, വീഡിയോയിലേക്ക് പോകാം. 4 മണിക്കൂർ കുതിർത്ത് വെച്ച പുഴുങ്ങലരി നമുക്ക് മിക്സിയുടെ ജാറിലേക്കിട്ട് അരച്ചെടുത്ത് കൊണ്ടുവന്നിട്ടുണ്ട്. തരിതരിപ്പായി അരച്ചാൽ മതി. അത് നമുക്കതിന് ബൗളിലേക്ക് ഇട്ട് കൊടുക്കാം. അരി അരച്ചെടുത്തിട്ടുണ്ട്. നമുക്കിത് മാറ്റി വെക്കാം. ഇനി ഇതിന് വേണ്ടി, ഈ കൂട്ടിന് വേണ്ടി ഒരു മുറി തേങ്ങ ചിരകിയതെടുത്തിട്ടുണ്ട്. അത് ഇനി നമുക്ക് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. ഒരു മീഡിയം സൈസ് സവാള, ഒരു 3 ടേബിൾ സ്പൂൺ പെരുംജീരകമാണ്, അതും ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. 1 ടീസ്പൂൺ ചെറിയ ജീരകം, അതും നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുത്ത് ഒന്ന് അരച്ചെടുത്തിട്ട് വരാം. ഒന്ന് ക്രഷ് ചെയ്തെടുത്താൽ മതി. എന്നാൽ അരച്ചെടുത്ത് കൊണ്ടുവരാം. ക്രഷ് ചെയ്തെടുത്തിട്ടുണ്ട്. ഒരു ബൗളിലേക്ക് അത് മാറ്റി അത് നമുക്ക് ഈ അരിയിലേക്ക് ഇട്ട് കൊടുക്കാം. അരച്ചെടുത്ത അരിയിലേക്ക് ഇട്ട് കൊടുത്ത് നമുക്ക് കുഴച്ചെടുക്കണം. ഇത് കുറച്ച് ടൈറ്റായിട്ടാണ് വേണ്ടത്. അതിന് വേണ്ടി പത്തിരിപ്പൊടി നമുക്കിട്ട് കൊടുക്കണം. 1 കപ്പ് പത്തിരിപ്പൊടി എടുത്തിട്ടുണ്ട്. അത് ആവശ്യാനുസരണം ഇട്ട് കൊടുത്താൽ മതി. ഇതിനാവശ്യമായ ഉപ്പും നമുക്ക് ഇട്ട് കൊടുക്കാം. നമുക്കിത് കൈകൊണ്ട് കുഴച്ചെടുക്കാം. കുറച്ച് ഉപ്പ് കുറവുണ്ടായിരുന്നു. 2 ടീസ്പൂൺ ഉപ്പാണ് ഞാൻ ഇട്ടിട്ടുള്ളത്. ഇതിന് വേണ്ടുന്നത് തേങ്ങ, ഞാൻ 1 മുറി തേങ്ങ ചിരകിയതാണ് എടുത്തിട്ടുള്ളത്. എന്നാൽ കുഴച്ചിട്ട് നമുക്കിവിടെ മാറ്റി വെക്കാം. ഇനി കല്ലുമ്മക്കായ വൃത്തിയാക്കി കീറിയെടുത്ത് കൊണ്ടുവരണം. ഇതാണ് കല്ലുമ്മക്കായ. ഇത് നമുക്ക് വൃത്തിയാക്കണം. ഇതിൻ്റെ മുകളിലുള്ള ഇതൊക്കെ, ഇതുപോലുള്ള സാധനങ്ങളൊക്കെ അതെല്ലാം വൃത്തിയാക്കിയെടുക്കണം. ഇങ്ങനെ കത്തി കൊണ്ട് എടുക്കണം. ചുരണ്ടിയെടുത്തതിന് ശേഷം ഇതുപോലെ വൃത്തിയാക്കിയെടുക്കണം. വൃത്തിയാക്കിയതിന് ശേഷം ഇതുപോലെ ഇങ്ങനെ കീറിയെടുക്കണം. കീറിയെടുത്തതിന് ശേഷം നമുക്ക് കഴുകിയിട്ട് കൊണ്ടുവരാം. അറിയാത്തവർക്കായി ഞാൻ ഒരിക്കൽ കൂടി പറഞ്ഞു തരാം. ഇതുപോലെ അതിൻ്റെ പുറം ഭാഗം ഇങ്ങനെ ചുരണ്ടിയെടുക്കാം. വൃത്തിയാക്കിയെടുക്കുക. എന്നിട്ട് ഇതിൻ്റെ നടുവിലൊരു വര പോലെ ഉണ്ടാവും. അത് അവിടെ നേരെ കത്തി വെച്ച് ഇങ്ങനെ മുറിച്ചെടുക്കുക. ഇത് അറിഞ്ഞുകൂടാത്തവർക്ക് വേണ്ടിയാണ് ഞാൻ പറയുന്നത്. ഇതുപോലെ ഇങ്ങനെ എടുത്ത് ഇതുപോലെയാണ് ഉണ്ടാവുക. നല്ല ഇറച്ചിയുള്ള കല്ലുമ്മക്കായാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. ഇതിൻ്റെ ഉള്ളിൽ ചിലപ്പോൾ ചിപ്പി ഉണ്ടാവും. അത് കട്ട് ചെയ്തെടുക്കണം. ഇതിൻ്റെ ഉള്ളിലൊന്നും അത് അങ്ങനെ കാണുന്നില്ല. നല്ല കല്ലുമ്മക്കായാണ്. കല്ലുമ്മക്കായ നിറച്ച് കൊണ്ടുവന്നിട്ടുണ്ട്. നിറയെ എല്ലാം കല്ലുമ്മക്കായ നിറച്ച് വെച്ചിട്ടുണ്ട്. ഇനി അത് നമുക്ക് സ്റ്റീം ചെയ്തെടുക്കണം. അതിനായി നമുക്ക് സ്റ്റീം ചെയ്യുന്ന പാത്രത്തിൽ ഒരില വെച്ച് കൊടുക്കാം. ഒരില വെച്ച് കൊടുത്തിട്ടുണ്ട്. പാത്രത്തിൽ ഓരോന്നായി ഇട്ട് കൊടുക്കാം. ഇതൊരു 15 മിനിറ്റിൽ ആവി കയറ്റി എടുക്കണം. അതിനായി നമുക്ക് അതിന് മൂടി ഇട്ട് കൊടുക്കാം. അത് അവിടുന്ന് വെന്ത് വരട്ടെ. അതിനുശേഷം ഒരു ബൗളെടുത്ത് അതിലേക്ക് 2 ടേബിൾ സ്പൂൺ മുളക് പൊടിയും 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1/2 ടീസ്പൂൺ ഉപ്പും ചേർത്ത് ആവശ്യത്തിന് വെള്ളവും ചേർത്ത് നമുക്ക് കലക്കിയെടുക്കാം. കട്ടിയായി തന്നെ കലക്കിയെടുക്കണം. കുറച്ചുകൂടി വെള്ളം ഒഴിച്ചു കൊടുക്കാം. പുഴുങ്ങിയെടുത്ത കല്ലുമ്മക്കായയുടെ തോട് പൊളിച്ച് മാറ്റിയതിന് ശേഷം മസാലയിൽ മുക്കിയെടുത്ത് നമുക്ക് ഓരോന്നും ഫ്രൈയിങ് പാനിൽ ഇട്ട് കൊടുക്കാം. അതുപോലെ ഒന്നുകൂടെ ചെയ്ത് കൊടുക്കാം. നമുക്ക് ഇതുപോലെയാണ് ചെയ്യേണ്ടത്. അതിനുശേഷം എല്ലാം ഞാൻ ഫ്രൈയിങ് പാനിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട്. നമുക്കത് ഫ്രൈ ചെയ്തെടുക്കണം.
സ്റ്റൗ ഓണാക്കി കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ, ഒരു 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക. അത് ഫ്രൈ ആയി വരുന്നുണ്ട്. ഇനി നമുക്കത് ഫ്രൈ ചെയ്തെടുക്കണം. നമുക്കെല്ലാം ഇതൊന്ന് മറിച്ചിട്ട് കൊടുക്കാം. കല്ലുമ്മക്കായ നിറച്ച് പൊരിച്ചത് ഇവിടെ റെഡിയാണ്. എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം. നല്ല ടേസ്റ്റിയായ കല്ലുമ്മക്കായ പൊരിച്ചതാണിത്. എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കി ഫീഡ്ബാക്ക് അറിയിക്കണം, കമൻറ്റ് ചെയ്യണം. താങ്ക് യു ഫോർ വാച്ചിങ്.